1030 വിശുദ്ധ സ്റ്റാനിസ്ലാവോസ് ജനിച്ചത്. ഗസനിലും പാരീസിലുമായിട്ടാണ് വിശുദ്ധൻ തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. വിശുദ്ധന്റെ പൗരോഹിത്യ പട്ട സ്വീകരണത്തിന് ശേഷം ക്രോക്കാവിലെ കത്തീഡ്രലിലെ കാനനായി നിയമിതനായി. മാത്രമല്ല, അവിടുത്തെ ആർച്ച് ഡീക്കനും ഉപദേശിയുമായിരുന്നു വിശുദ്ധൻ. ക്രോക്കാവിലെ മെത്രാന്റെ മരണത്തെ തുടർന്ന് അലക്സാണ്ടർ രണ്ടാമൻ പാപ്പ സ്റ്റാനിസ്ലാവോസിനെ ക്രോക്കാവിലെ മെത്രാനായി നാമനിർദ്ദേശം ചെയ്തു. അക്കാലത്തെ രാജാവായിരുന്ന ബൊലേസ്ലാവോസ് രണ്ടാമൻ തന്റെ സ്വന്തം അധികാരം ശക്തിപ്പെടുത്തുന്നതിനായി കീവിലേക്കൊരു പടനീക്കം നടത്തി. രാജാവിന്റെ ഈ പ്രവൃത്തി അദ്ദേഹത്തിന്റെ ജനസമ്മതി കുറച്ചു. മാത്രമല്ല, അവിടുത്തെ പ്രഭുവർഗത്തിന്റെ അപ്രീതിക്ക് കാരണമാവുകയും അവർ അദ്ദേഹത്തിന്റെ നയങ്ങളെ എതിർക്കുകയും ചെയ്തു. രാജാവിന്റെ സഹോദരനായിരുന്ന ലാഡിസ്ലാവോസിന്റെ നേതൃത്വത്തിലുള്ള പ്രഭുക്കളുടെ പക്ഷക്കാരനായിരുന്നു മെത്രാനായിരുന്ന വിശുദ്ധ സ്റ്റാനിസ്ലാവോസ്. ഇത് രാജാവിന് വിശുദ്ധനോട് അപ്രീതിക്ക് കാരണമായി തീർന്നു. ഇതിനു മുൻപും വിശുദ്ധൻ രാജാവിന്റെ സ്വേച്ഛാധിപത്യപരമായ ഭരണരീതികളെ എതിർത്തിട്ടുണ്ട്. ബൊലേസ്ലാവോസ് ഒരിക്കൽ പോളണ്ടുകാരനായ ഒരു പ്രഭുവിന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവരികയും തന്റെ കൊട്ടാരത്തിൽ പാർപ്പിക്കുകയും ചെയ്തു. രാജാവിന്റെ കോപത്തെ ഭയന്ന് ആർക്കും ശബ്ദിക്കുന്നതിനുള്ള ധൈര്യമില്ലായിരുന്നു. എന്നാൽ വിശുദ്ധ സ്റ്റാനിസ്ലാവോസ് യാതൊരു ഭയവും കൂടാതെ രാജാവിന്റെ മുൻപിൽ ചെല്ലുകയും അദ്ദേഹം തന്റെ രീതികൾ മാറ്റിയില്ലെങ്കിൽ തിരുസഭയിൽ നിന്ന് പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ കോപാകുലനായ രാജാവ് മെത്രാനായിരുന്ന വിശുദ്ധനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. ഇതിനു പുറമെയാണ് വിശുദ്ധൻ പ്രഭുക്കന്മാരുടെ പക്ഷം ചേർന്നുകൊണ്ട് രാജാവിന്റെ രാഷ്ട്രീയ നയങ്ങൾക്കെതിരെ തിരിഞ്ഞത്. കോപാകുലനായ രാജാവ് വിശുദ്ധനെ രാജ്യദ്രോഹിയായി മുദ്രകുത്തുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. ആദ്യം രാജാവ് തന്റെ ഭടന്മാരോട് ക്രാക്കോവിലെ സെന്റ് മൈക്കിൾസ് ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന വിശുദ്ധനെ കൊല്ലുവാൻ ഉത്തരവിട്ടു. എന്നാൽ ദൈവകോപത്തെ ഭയന്ന് ഭടന്മാർ ആ നീചപ്രവർത്തിക്ക് വിസമ്മതിച്ചു. തുടർന്ന് ബൊലേസ്ലാവോസ് സ്വയം ദേവാലയത്തിൽ പ്രവേശിക്കുകയും തന്റെ വാളെടുത്ത് വിശുദ്ധനെ വധിക്കുകയും ചെയ്തു. അതിനുശേഷം തന്റെ ഭടന്മാരോട് വിശുദ്ധന്റെ ശരീരം ഛിന്ന ഭിന്നമാക്കുവാൻ ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് ഗ്രിഗറി ഏഴാമൻ പാപ്പ ആ രാജ്യത്ത് മതപരമായ വിലക്ക് ഏർപ്പെടുത്തുകയും അതിന്റെ ഫലമായി ബൊലേസ്ലാവോസിന്റെ അധികാരം നഷ്ടപ്പെടുകയും ചെയ്തു. അധികാരം നഷ്ടപ്പെട്ട ബൊലേസ്ലാവോസ് ഹംഗറിയിലേക്ക് ഒളിച്ചോടുകയും താൻ ചെയ്ത കുറ്റങ്ങൾക്ക് പാപപരിഹാരം ചെയ്യുവാനായി ഓസിയാക്കിലെ ആശ്രമത്തിൽ ചേരുകയും ചെയ്തു. 1253 ഇന്നസെന്റ് നാലാമൻ പാപ്പ സ്റ്റാനിസ്ലാവോസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. പോളണ്ടിന്റെ മധ്യസ്ഥ വിശുദ്ധരിൽ ഒരാളാണ് വിശുദ്ധ സ്റ്റാനിസ്ലാവോസ്.